ശ്രീ ഇപ്പോൾ ലീഗിന് ഓക്കെയാണ്. എന്താ കാര്യം? PM ശ്രീ എന്ന് വെച്ചാൽ KM ഷാജി അന്ന് പറഞ്ഞ PM ശ്രീ അല്ല, വലിച്ചെറിയുമെന്നൊക്കെ പറഞ്ഞില്ലേ. ഇത് വേറെ. P പാണക്കാടിനും, M മുസ്ലിം ലീഗിനും, S സൗകര്യപ്രദമായി, H ഹലാലാക്കി എന്ന് R രാഹുൽജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒപ്പ്. ഇതാണ് PM ശ്രീ. അപ്പൊ പിന്നെ നടപ്പിലാക്കുന്നതിൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. ഒരു മനുഷ്യനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന് ഒരു പരിധിയില്ലേ? മുഖ്യമന്ത്രി ആയിപ്പോയി എന്ന് വെച്ച് മഴക്കെടുതി സമയത്ത് വകുപ്പുകളെ ഏകോപിപ്പിച്ചില്ല, ദുരിതബാധിതരെ ആശ്വസിപ്പിച്ചില്ല, വെള്ളപ്പൊക്കമുണ്ടായ പ്രദേശങ്ങളിലെ ക്യാമ്പുകളിൽ ഭക്ഷണം ഉറപ്പാക്കിയില്ല, ബാധിക്കപ്പെട്ട കുടുംബങ്ങളെ സന്ദർശിച്ചില്ല. ഇങ്ങനെ ചെയ്യാത്തത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാൻ നാണാവുന്നില്ലേ നിങ്ങൾക്ക്? എന്താണ് പരാതി? ഏത് പരാതിയാണല്ലോ? എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ചെയ്ത കാര്യങ്ങൾ പറയാത്തെന്താ? പ്രളയം മൂർച്ഛിച്ച ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തെന്നറിയാം? 10 മണിക്ക് സ്വകാര്യ ആശുപത്രി ഉദ്ഘാടനം, 10:30 ഒരു കോളേജിൽ പരിപാടി, 11:30 വേറൊരു കോളേജ്, 2 മണിക്ക് സൽക്കാരം ലഘുഭക്ഷണം, 3:30 മൂന്നാമത്തെ കോളേജിൽ പരിപാടി, 6:30 ഒരു കോഫി ഷോപ്പ് ഉദ്ഘാടനം. ഇതിനിടയ്ക്ക് അമ്മായി അച്ഛനെ കാണാൻ വേണ്ടി പോയതല്ല ശരിക്കും. അത് CM തന്നെ പറഞ്ഞല്ലോ. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. ഏത് നിക്ഷേപകരാണ് CM? അതൊന്നും ഇനിയിപ്പോൾ അവരുടെ പേര് പറഞ്ഞിട്ട് അതുകൂടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഓക്കെ, എൻ്റെ തെറ്റാണ്. ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. പിന്നെ ഈ വെള്ളം പൊങ്ങിയ സ്ഥലത്തൊക്കെ വരേണ്ട ആവശ്യമുണ്ടോ എന്ന് CM വിളിച്ച് ചോദിച്ചതാണ്. അപ്പൊ CM-ന്റെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതുകൊണ്ടാണ് പോകാത്തത്. ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നത് പിന്നെ എന്തിനാ? അല്ല, പിന്നെ ഈ പണിയെടുക്കാനല്ലേ. ഇനി സൗകര്യം പോലെ CM ഇറങ്ങും അല്ലേ? CM പിന്നെ ഈ ഹെലികോപ്റ്ററിന്റെ കാര്യം. അപ്പം കഴിഞ്ഞ ഗവൺമെന്റ് ഓൾറെഡി റെന്റ് കൊടുത്ത് വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുന്ന ഹെലികോപ്റ്ററാണ്. അതൊരു പല നടത്താൻ മുഖ്യമന്ത്രിക്ക് ഏതൊരു മന്ത്രിക്കോ ഏതൊരു ഉന്നത ഉദ്യോഗസ്ഥരുടെ ആവശ്യം വന്നാൽ അതുമായിട്ട് പോകും. അതിനെന്താ പ്രശ്നം? അതെന്റെ ഹെലികോപ്റ്റർ എന്താ ആരുടെയെങ്കിലും തറവാട്ട് സ്വത്താണ്? അത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പിന്നെ ചിലപ്പോൾ MP-മാർക്കും ഒക്കെ ഇടയ്ക്ക് പറക്കണമെന്ന് തോന്നുമ്പോൾ പറക്കാനുള്ളത് തന്നെ. ദുരന്ത സ്ഥലത്ത് പോകുന്നില്ല, അവയവമാറ്റ ശസ്ത്രക്രിയയൊന്നും ഇപ്പൊ അങ്ങനെ പണ്ടത്തെ പോലെയൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ പിന്നെ വാടകയ്ക്കെടുത്ത സാധനം ചുമ്മാ കിടന്ന് തുരുമ്പെടുക്കട്ടെ എന്ന് വിചാരിക്കണോ? അങ്ങനെ വിചാരിച്ചാൽ എന്തായിരിക്കും ഇവിടെ മാധ്യമ വാർത്ത? ഇതിപ്പോ കാലം മാറുമ്പോ കാറിന് പോയ ഹെലികോപ്റ്റർ എടുക്കും. പിന്നെ ആരോഗ്യ വകുപ്പിൽ നിന്ന് ഒരു അറിയിപ്പുള്ളത്, ഏതായാലും ഞങ്ങളുടെ ആരോഗ്യ വകുപ്പ് മരുന്ന് എത്തിക്കാത്തതുകൊണ്ട് ആർക്കും എലിപ്പനി വരില്ല. ആ ഉറപ്പാണ്. സംഭവങ്ങൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു റെസ്റ്റ് കിട്ടുന്നില്ല. ഇനിയുമുണ്ട്, സമയമുണ്ടല്ലോ, വഴിയെ പറയാം.